ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഡേ ആൻഡ് മൈ ലൈഫ് ആട്ടോ. അപ്പോൾ രാവിലെ തന്നെ നീച്ച് വീഡിയോ എടുക്കുകയാണ്. രാവിലെ തന്നെ പറഞ്ഞാൽ കുറേ അധികം സമയം കിട്ടും. ചായക്കടിയൊക്കെ ആയി. അതൊക്കെ പിന്നെ അമ്മയാണല്ലോ ഉണ്ടാക്കുക. ഇവിടെ എത്തിയാൽ പിന്നെ അങ്ങനത്തെ പണികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ പോവാട്ടോ. അപ്പോൾ രാവിലെ തന്നെ തുടങ്ങാൻ വിചാരിച്ചു. അപ്പം ചായ കുടിക്കാൻ പോവാട്ടോ. നമ്മൾ കാണിച്ചു തരാം എന്താ ഉള്ളതെന്നുള്ളത്. ചായ എടുക്കാൻ പോവാട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ചെക്കന്മാരൊക്കെ അവിടെ കുടിക്കുന്നുണ്ട്. എൻ്റെ കുട്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലൂസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിച്ചിട്ട് കാണാം. ഇങ്ങനെ അതാ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇല്ലമ്മ. കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഉമ്മാനോട് ഇങ്ങനെ തള്ളും വിട്ടുമ്പോണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നിമ്മ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് ചോറിനില്ല വെള്ളം വെച്ചിട്ടോ, ചോറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഉമ്മനോട് ഇങ്ങനെ എന്തൊക്കെയൊക്കെ പറയാം. അതാണ് പണി. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ പോകുന്നിട്ട് അടിച്ചേരി തുടക്കും. ഇവിടെ എത്തിയാൽ ആകെയുള്ള പണി അടിച്ചേരി തുടക്കല കേട്ടോ. അപ്പം ഇന്ന് ഉമ്മക്കും ചെറുതായിട്ടൊരു സുഖക്കുറവൊക്കെ ഉണ്ട്, കാലുവേദനയൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല. ഇന്നലെ ഉമ്മ കൊണ്ടുപോയി ഒക്കെ കാണിച്ചു കൊണ്ടുവന്നതാ. അപ്പം ഇന്നിപ്പോൾ ഉമ്മക്ക് അതിന് എന്താണെന്നറിയില്ല. അപ്പം ഇനി ഉമ്മാനൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കട്ടെ. സുഖമില്ലാത്തല്ലേ. ഇല്ലേ പിന്നെ ഇവിടെ എത്തിയാൽ അങ്ങനെ പണിയൊന്നും ഇല്ല കേട്ടോ. ഉമ്മ തന്നെ എടുക്കല്, ഫുള്ള് പണി ഉമ്മ തന്നെ എടുക്കല്. ഇത് ഉമ്മൻ്റെ മരുന്നാട്ടെ. ഈ പെട്ടിയുള്ളത് ഫുള്ള്, ചെരുപ്പ് പെട്ടിയുള്ളത് കുറേ മരുന്നുണ്ട് ഉമ്മക്ക് കുടിച്ചാൻ. ഉമ്മാക്കും ഉമ്മമാക്കൊക്കെ ഉണ്ട് കുറേ കുടിച്ചാൻ. അപ്പോൾ ഉമ്മക്ക് ഇന്ന് എന്താ അറിയില്ല, രാവിലെ നീച്ചപ്പോൾ ഇങ്ങനെ കാലുവേദന എന്തൊക്കെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നാണെങ്കിൽ ഞായറാഴ്ചയല്ലേ അല്ലേ, ഇതുവരെ ഡോക്ടർമാരൊന്നും ഉണ്ടാവില്ല. ഇനി കാണിച്ചാൽ പോകണമെങ്കിൽ തന്നെ ഇപ്പോൾ നാളെ നടക്കുള്ളൂ. അപ്പം ഇനി ഇങ്ങനെ കുറച്ചേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഉമ്മ അവിടെ ഇരിക്കുകയാണ്, ഞാനും ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുക, അതാ പണി. പിന്നെയാണ് പണികളൊക്കെ തുടങ്ങുക. പറഞ്ഞിട്ട് കേൾക്കാതെ ഇതാക്കണ ഒരാളവിടെ ഇതൊക്കെ തൊലിച്ചുണ്ടാക്കണത് കറിക്കുള്ളതാട്ടോ. മീൻ കിട്ടുവെക്കും എന്താ അറിയില്ല, അതിനുള്ളതാണ് ചെയ്യാറിട്ട്. ഉമ്മ കേൾക്കാതെ ഉമ്മയുടെ ഉള്ളി ഇതൊക്കെ തൊലിച്ചാട്ടെ. മീൻകാരൻ എത്തിയില്ല കേട്ടോ. മീൻകാരൻ എപ്പോഴും എത്തുക അറിയില്ല, എത്തിയിട്ടില്ല. അപ്പോത്തിനും ഉമ്മ ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് അതൊക്കെ അടിച്ചേരി തുടച്ച് തിരുമ്പട്ടെ കേട്ടോ. അപ്പം ഉമ്മക്കൊന്നും സുഖമില്ല, കാലിനുള്ള വേദനയും ഇതൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് അടിച്ചേരി തുടക്കട്ടെ കേട്ടോ. കുട്ടി വിരിച്ചാൽ വന്നപ്പോഴാട്ടോ ഇവിടെ ഒരു കാഴ്ച കാണുന്നത്. രണ്ട് ഫോണുക്കും നോക്കി കിടക്കുകയാണ് രണ്ടാളും. രാവിലെ തുടങ്ങിയതാട്ടോ ഫോണുക്ക് നോക്കി കിടക്കല്. അപ്പോൾ ഫോണുക്ക് നോക്കി കിടക്കുകയാണ്. അപ്പം ഞൊക്കെ ഓല നീപ്പിച്ചണം. പിന്നെ അവിടെയൊക്കെ തട്ടി ഇരിച്ച് നന്നാക്കണം കേട്ടോ. റൂമിൻ്റെ കോലം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ റൂമിൻ്റെ കോലം ഞൊക്കെ തട്ടി കൊട്ടി വിരിച്ച് നന്നാക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ റൂമൊക്കെ ക്ലീൻ ആക്കാൻ പോകട്ടെ. ഇതപ്പോൾ റൂമിൻ്റെ കോലം. അപ്പോൾ റൂമൊക്കെ ക്ലീൻ ആക്കാൻ പോവാണ്. ഞാൻ അടിച്ചേരി തുടക്കലാട്ടോ പണി. അപ്പോൾ ഇവിടെ കടന്നീനോലൊക്കെ നീപ്പിച്ച് ഞാൻ എന്താക്കിന് ക്യാമറ ഓല കൈ കൊടുത്തേക്കാട്ടോ. ഫോണ് ഓലോണ്ട് ആണ് ഇപ്പോൾ വീഡിയോ എടുപ്പിച്ചത്. അപ്പോൾ ഞാനൊക്കെ ഞാൻ വൃത്തിയാക്കാൻ പോവാണ്. അങ്ങനെ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞ് ഇതിട്ട് തട്ടി കൊട്ടിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. തട്ടി കൊട്ടണതിന് മുന്നേ ഓല് കയറി നേരപ്പാക്കും. എന്നാലും അടിച്ചു തരുമ്പോൾ നമ്മളിങ്ങനെ തട്ടി കൊട്ടിയാലല്ലേ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ അടുത്തത് അടിച്ചു തരാൻ പോവുകയാണ്. അപ്പൊ എല്ലായിടത്തെ ചൂലും ഇതാവില്ല അല്ലേ, അതിൻ്റെ അടുത്തും ഇതല്ലല്ലോ. അപ്പൊ നമ്മളോടത്തെ ചൂല് ഇതാട്ടോ, ഇർക്കിളി ചൂലോണ്ടാണ് നമ്മൾ അടിച്ചല്ലോ. ഒന്നത് അടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ, അടി ഷീറ്റാട്ടോ. അടി ഷീറ്റാട്ടോ, വടിയൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഇനി അടിച്ചേരിയിട്ട് വരാം.
അങ്ങനെ അടിച്ചൽ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീൻകാരൻ വന്ന് അപ്പോൾ ഞാൻ മീൻ വാങ്ങാനൊക്കെ പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ആ കമ്മ നന്നാക്കി അവിടെ കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ കറിയൊക്കെ അമ്മേനായിട്ട് ഉണ്ടാക്കുന്നത്. ഒക്കെ അമ്മ നേരത്തെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ കറി ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തുടച്ചതിനോട് തന്നെ കുട്ടികളെ അകത്തേക്കിടണമെങ്കിൽ ഓലെ കുളിപ്പിക്കണമല്ലോ. ഓല മുറ്റത്ത് കൂടെ നടക്കേനി മേലെ ആകെ ചളിയും പൊടിയൊക്കെ ആയപ്പോൾ ഓല കുളിപ്പിച്ചാണ്ട് അകത്തേക്ക് ഇട്ടു. അപ്പോൾ ഓല കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി അടുത്ത പണി പറഞ്ഞാൽ തിരുമ്പലാട്ടോ. തിരുമ്പി കുളിയും കഴിഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞ്. അപ്പം അമ്മ അവിടെ മീൻ കറിക്കുള്ളൊക്കെ ചെയ്യുന്നുണ്ട്. പോയൊക്കെ ഇട്ടിട്ടോ എന്തായിന്ന് തേക്കലൊക്കെ കഴിഞ്ഞിന്. അതേപോലെ കറി ഇതാക്കണ് ഇവിടെ ഉമ്മ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തേങ്ങ അരച്ച കറി കേട്ടോ. ബത്തലാവുമ്പോ തേങ്ങ അരക്കാഞ്ഞാല് മോളിട്ട രസം ഉണ്ടാവില്ലല്ലോ അമ്മ. ഇവല് പറയും മോളിട്ട രസം ഉണ്ട്. അമ്മക്കൊക്കെ തേങ്ങ അരച്ചതാ ഇഷ്ടം. പക്ഷെ വായക്കാട് മോളിട്ട കറി കേട്ടോ ഉണ്ടാക്കല്. ബത്തലായാലൊക്കെ മോളിടും. അപ്പൊ മാങ്ങയൊക്കെ ഇട്ടായിട്ടുള്ള കറി കേട്ടോ അല്ലേ. മാങ്ങയൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ബത്തല് കറിയും കോര പൊരിച്ചത് കേട്ടോ ചോറുക്കുള്ളത്. അപ്പൊ ഞാൻ ബാക്കിയൊക്കെ ചോറൊന്നുമ്പോ കാണിച്ചു തരാം. തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. ഇനിയിപ്പോൾ കുട്ടിയേക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. ഞാൻ തരാം കൈമാക്കല്ലേ. അപ്പോൾ ചോറ് കൊടുക്കാൻ പോവാട്ടോ. ചോൽക്ക് ചോറ് കൊടുത്തിട്ട് വേണം ഇനി അമ്മക്ക് തിന്നണമെങ്കിൽ. അപ്പം ഞാൻ ചോറ് കൊടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ചോറ് തിന്നാൻ പോവാട്ടോ. ഓക്കെ ഞാൻ ചോറൊക്കെ കൊടുത്താണ്ടാണ് ഇപ്പം ഞാൻ തിന്നായിരിക്കണത്. എന്നാലും ഓളുണ്ടാവും അപ്പോൾ തിന്നാൻ. എന്നാ അപ്പോൾ ചോറ് അടക്ക് കോര മീൻ കേട്ടോ. മീൻ പൊരിച്ചതുണ്ട്. ബത്തല് തേങ്ങ അരച്ച കറി. ചോറോട് കഴിച്ചല്ലേ കുഞ്ഞു. ചോറല്ല എനിക്കിപ്പോ തന്ന ഞാൻ തിന്നുമ്പോ ഒരു അച്ചാറോടാ കിട്ടിയ. പിന്നെ ഉമ്മ നാളുണ്ടാക്കിയ അച്ചാർ കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടീനി. ഉമ്മ ഉണ്ടാക്കിയ അച്ചാറിന്റെ വീഡിയോ ഇട്ടീനി. ആ അച്ചാറുമാണ് ഇന്ന് നമുക്ക് ചോറിനുള്ള കേട്ടോ. നമ്മൾ ചോറ് തിന്നാൻ പോവാണ് കേട്ടോ. ഇത് മാങ്ങ അച്ചാറ് അന്നമ്മ ഉണ്ടാക്കിയ അച്ചാറ്. ഇത് നമ്മളെ പുതിയാപ്പിള കോര അല്ലേ. അങ്ങനെ പറയൂ. ഇത് കോര പൊരിച്ചത്. ഇത് നമ്മളെ ബത്തലിന്റെ തേങ്ങ അരച്ച കറി കേട്ടോ. പിന്നെ അടിപൊളി രസമില്ലേടാ. ഓലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചോറ് തിന്നാൻ. ഓല മുഖം കാണിച്ചിരുന്നില്ല. അവൾക്ക് മടിയാണല്ലോ വീഡിയോയിൽ വരാൻ. അപ്പോൾ ഓല കാണിച്ചില്ല. പിന്നെ ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ ചോറ് തിന്നാൻ. അപ്പോൾ ചോറ് നിട്ട് നമുക്ക് പിന്നെ കാണാം. വൈകുന്നേരമായിട്ടോ അല്ലേ. പോയി വ്ളോഗ് പോയി വൈകുന്നേരം അതിന് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതുവരെ അവിടെ ഇരിക്കലും കിടക്കലും ഉറങ്ങിയില്ല കേട്ടോ. ഉറങ്ങാൻ കുട്ടികളൊന്നും ഉറങ്ങാത്തതിനോട് തന്നെ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവലും ഉണ്ട്. ഇവലിപ്പം പീടികയിലൊക്കെ പൊട്ടിച്ചില്ല. പീടികയിലൊക്കെ പോയി ചായക്ക് കടിയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ രാത്രി ഇന്ന് ഒരു നൂഡിൽസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ നൂഡിൽസൊക്കെ ഒരു പോയി വാങ്ങി വന്നത്. അപ്പം ഇനി രാത്രി നമുക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പാൽ കേക്ക് കിട്ടോ. ആർക്കെങ്കിലും അറിയോ എന്തോ അറിയില്ല. പാൽ കേക്ക് എന്നല്ല പറയാം. വേറെ പേരുണ്ടോ? പാൽ കേക്കും കട്ടൻ ചായയും വൈകുന്നേരം. ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. മുഖം കണ്ട ഉറങ്ങിയ പോലെ ഉണ്ടല്ലേ. അവിടെ കിടക്കേനിട്ടോ. ബലുണ്ട് എൻ്റെ അപ്പം ചായ കുടിച്ചാൽ. അപ്പൊ ഇനി രാത്രി കാണിച്ചു തരാം അല്ലേ. രാത്രി ഇന്ന് നൂഡിൽസൊക്കെ ഉണ്ടാക്കണതും ഇതൊക്കെ കാണിച്ചു തരാം. അതാ രാത്രിയായിട്ടോ. രാത്രിയായി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാട്ടോ. അപ്പൊ രാത്രി ഇന്ന് സ്പെഷ്യലാട്ടോ. സ്പെഷ്യലല്ല, ഇവല് പോയിക്കാണ്ട് പോയിക്കാണ്ട് ഇതാ നൂഡിൽസൊക്കെ വാങ്ങി വന്നു കേട്ടോ വൈകുന്നേരം. അപ്പൊ നൂഡിൽസൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിന്. ഉമ്മ ഉണ്ടാക്കി വെച്ചാട്ടോ. അപ്പൊ നൂഡിൽസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തിന്നാൻ പോവാട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടോ. രാത്രികത്ത് വരെ ആയി, കംപ്ലീറ്റ് ആയി. ഇതുവരെ അവിടെ ഒക്കെ എല്ലാവരും നമസ്കാരം ഒത്തും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഭക്ഷണം കഴിക്കാൻ വന്നാട്ടോ. അപ്പൊ ഞാൻ എല്ലാവരും തിന്നാൻ പോവാണ്. അപ്പൊ ഞാൻ കുട്ടികൾക്ക് ആദ്യം കൊടുക്കട്ടെ. എല്ലാവരും ഒപ്പരം ഇരുന്ന് തിന്നാട്ടെ. നമ്മളാളുന്നാ തിന്നണത്. അങ്ങനെ അതാ നമ്മളെല്ലാവരും തിന്നാൻ പോവാണ്. നിലത്തിരുന്നിട്ടാട്ടോ നമ്മള് തിന്നണത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? രസമുണ്ടോ? അവൻ്റെ മുഖം കാണിച്ചിട്ടില്ല. അവന് മടിയാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ മുഖം കാണിച്ചില്ല. അപ്പോൾ രസമുണ്ട് എന്നാ പറഞ്ഞത്. എങ്ങനെയുണ്ട് ആയിഷ മോളെ? രസമുണ്ടോ? സൂപ്പറാ. അപ്പം ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോവാണ് അല്ലേ.
ഉള്ളൂട്ടോ എൻ്റെ ഡേ ആൻഡ് മൈ ലൈഫ് കംപ്ലീറ്റ് ആയി, രാത്രികത്ത് വരെ എത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മടൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ.